ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെയാണോ വാഹനം പോകുന്നത്? നിലവിൽ അറിയാൻ കഴിയുന്ന ജില്ലാ ആശുപത്രിയിലേക്ക് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ജനറൽ ആശുപത്രിയിൽ അതിനുവേണ്ടി സജ്ജീകരണങ്ങൾ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് ഇവിടേക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് ഉറപ്പിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഒരു അഭിഭാഷകർ സർക്കാർ പ്രോസിക്യൂട്ടറോട് സംസാരിക്കുമ്പോൾ പോലും അവർ പറഞ്ഞത് ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമായിരിക്കും, അവിടെ ഡോക്ടർമാരുടെ ഒരു നിരീക്ഷണത്തിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് ദൃശ്യങ്ങളിൽ വലിയ ആരോഗ്യ പ്രശ്നമുള്ളതായി നമുക്ക് തോന്നുന്നില്ല. ദൃശ്യങ്ങൾ ഏതായാലും ഡോക്ടർമാർ അത് പരിശോധിച്ച് പറയേണ്ടി വരും. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുടക്കത്തിൽ നമ്മുടെ CJM കോടതിയിലേക്ക് കയറുന്ന പടവ് എന്ന് പറയുന്നത് വലിയ പടവുകളുള്ളൊരു കെട്ടിടമാണ്. അവിടേക്ക് വരുമ്പോഴേക്കും ഓടിക്കയറിയ ഒരു മനുഷ്യനാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഓടിക്കയറിയാണ് അദ്ദേഹം. അതിനുശേഷമാണ് ഇപ്പോൾ ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചുകൊണ്ട് കുഴഞ്ഞു വീഴുകയും ഇപ്പോൾ ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അതെന്തായാലും ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരു പരിശോധനയിലേക്ക് അടക്കം കാര്യങ്ങൾ വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടേക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം ഇവിടേക്ക് പോലീസ് വാഹനം ഇവിടേക്ക് വരുന്നു. പോലീസ് വാഹനം ഇവിടേക്ക് എത്തുന്നു. പോലീസ് വാഹനം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ എത്തിക്കുന്നു, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അല്പം മുൻപ് കോടതിയിൽ നിന്ന് ഇറക്കി പോലീസ് വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കോടതിയിൽ പ്രതിക്കൂട്ടിൽ തളർന്നിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കുറച്ചു സമയം വിശ്രമിക്കാൻ അനുവദിച്ചു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ നടന്നു തന്നെയാണ് പോലീസ് വാഹനത്തിലേക്ക് കയറിയത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ. കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ കയറി. തൊട്ടടുത്ത് തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാകും ജയിലിലേക്കാണോ അതോ തുടർ ചികിത്സ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ തീരുമാനിക്കും ഇന്നത്തെ രാത്രി ബോബി ചെമ്മണ്ണൂർ എവിടെ കഴിയണം എന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തായിരിക്കും അത്തരമൊരു തീരുമാനമുണ്ടാവുക. തനിക്ക് രക്തസമ്മർദ്ദം ഉയർന്നതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിനെ വിശ്രമിക്കാൻ അനുവദിച്ചു. അതിനുശേഷം ഇപ്പോൾ ലിഫ്റ്റിൽ താഴേക്ക് എത്തി അവിടെ നിന്ന് നടന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എന്താണ് ഇനി വേണ്ട നടപടികൾ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഡാനി ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഡാനിയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ആശുപത്രിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അകത്തേക്ക് ഡോക്ടർമാരെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ അതിൽ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പരിശോധനകളടക്കം നടത്തേണ്ടതുണ്ട്. ഇവിടെ ചികിത്സ ഡ്യൂട്ടി ഡോക്ടർമാരടക്കമുള്ള ആളുകളുടെ പരിശോധിക്കുകയാണ്. ഇതിനുശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ എന്താണ് സംബന്ധിയായ കാര്യങ്ങളിൽ നടക്കുക എന്നത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഒരു വ്യക്തമാവുകയുള്ളൂ. അല്പസമയം എടുക്കും ബോബി ചെമ്മണ്ണൂരിന്റെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടേക്കാണ് എന്നറിയാൻ. സബ് ജയിലിലേക്കാണോ അതോ ജില്ലാ ജയിലിലേക്കാണോ, അഴിക്കുള്ളിലേക്കാണോ അതോ ആശുപത്രിയിൽ വിശ്രമത്തിനാണോ തീരുമാനം എന്നുള്ളത് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ജില്ലാ